ഹായ് സ്റ്റുഡൻസ്, നമുക്ക് ഇനി അടുത്ത സെക്ഷനിലേക്ക് ഹ്യൂമൻ ഹെൽത്തിൻ്റെ അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. ഈ ഹ്യൂമൻ ഹെൽത്തിൻ്റെ അടുത്ത സെക്ഷൻ എന്താണ്? ഹ്യൂമൻ ഹെൽത്തിൻ്റെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റിയാണ്. ഇമ്മ്യൂണിറ്റി ഈ ഇമ്മ്യൂണിറ്റി എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ? ഇമ്മ്യൂണിറ്റി ചില ആൾ പറയും എനിക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടുതലാണ്, ചില ആൾക്കാർ പറയും ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. എന്താണ് ഈ ഇമ്മ്യൂണിറ്റി എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇമ്മ്യൂണിറ്റി ഈസ് ദ ഓവറോൾ എബിലിറ്റി ഓഫ് എ ഇൻഡിവിജ്വൽ ഓർഗാനിസം ടു ഫൈറ്റ് വിത്ത് ഡിസീസ് കോസിംഗ് ഓർഗാനിസം ഓർ പാത്തോജൻ, or is the ability of the body of the organism to fight with to resist with disease causing pathogens, disease causing organism or pathogen. അതാണ് ഇതിന്റെ ഡെഫിനേഷൻ. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ഒരു ജീവിക്ക് രോഗാണുക്കളെ ചെറുത്തു നിൽക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ രോഗത്തിനെ ചെറുത്തു നിൽക്കാനുള്ള കഴിവിനെയാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുക. റെസിസ്റ്റന്റ് പവർ എന്ന് നമ്മൾ പറയും. ദ എബിലിറ്റി ടു റെസിസ്റ്റ് അഗൈൻസ്റ്റ് പാത്തോജൻ ഓർ ഡിസീസ് കോസിംഗ് ഓർഗാനിസം, അതിനെയാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയുക. പ്രധാനമായിട്ടും ഇമ്മ്യൂണിറ്റി എത്രയായി ഡിവൈഡ് ചെയ്യാം? ഇമ്മ്യൂണിറ്റിയെ നമ്മൾ പലതരത്തിൽ ഡിവൈഡ് ചെയ്യാം. പക്ഷെ അതിൽ ഒരു ഡിവിഷൻ എന്ന് നമ്മൾ പറയുന്നത്, ഒരു തരത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്ന് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയാം. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. രണ്ടാമത്തത് എന്താ? അക്വയേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയാം. ഇതാണ് പല രീതിയിൽ നമ്മൾ ഇമ്മ്യൂണിറ്റിയെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, അതേപോലെ തന്നെ അക്വയേർഡ് ഇമ്മ്യൂണിറ്റി. എന്താണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ? ഇന്നേറ്റ് എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം ഇൻബോൺ എന്നാണ്. ഇൻബോൺ. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഇൻബോൺ, ഈ വാക്ക് അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇൻബോൺ ഇമ്മ്യൂണിറ്റി എന്താ? അത് ജന്മനാ ഉണ്ടാവുന്ന ഇമ്മ്യൂണിറ്റി ബൈ ബർത്ത്. അതിനെയാണ് നമ്മൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയാ, നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. പിന്നെ അക്വയേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അക്വയേർഡ് ആഫ്റ്റർ ബർത്ത്, ജനിച്ചതിന് ശേഷം നമ്മൾ അക്വയർ ചെയ്യുന്ന, ആർജിച്ചെടുക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുക. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇമ്മ്യൂണിറ്റിയെ നമ്മൾ എത്രയായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? ഇമ്മ്യൂണിറ്റിയെ നമ്മൾ രണ്ടായി. അപ്പൊ ഇമ്മ്യൂണിറ്റി എന്ന് ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു ജീവിക്ക് രോഗാണുക്കളെ പ്രതിരോധിക്കാനുള്ള കഴിവ്. നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇസ് എ എബിലിറ്റി ഓഫ് എൻ ഓർഗാനിസം ടു ഫൈറ്റ് ഓർ റെസിസ്റ്റ് against the pathogen or disease causing organism. That's called immunity. First, in one way, immunity can be subdivided into two: innate immunity and acquired immunity. Innate immunity എന്നും acquired immunity എന്നും രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇൻബോൺ ഇമ്മ്യൂണിറ്റി ആണ്, അല്ലെ? ആൻഡ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി അക്വയർഡ് ആഫ്റ്റർ ബർത്ത് ആണ്. ഇതിന് വേറെ രീതിയിൽ കൂടെ നമ്മൾ പറയുകയാണെങ്കിൽ ദി നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റിയാണ്. നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി ഇതാണെങ്കിൽ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റിയാണ്. എന്താണെന്ന് ചോദിച്ചാൽ നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അത് ഏത് രോഗങ്ങൾ എന്നൊന്നുമില്ല, ഏത് രോഗങ്ങളെ വേണമെങ്കിലും പ്രതിരോധിക്കാനുള്ള കഴിവനാണ് നമ്മൾ എന്ത് പറയുക, ഈ ഒരു ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, ഇൻബോൺ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അത് നോൺ സ്പെസിഫിക് ആണ്. ഇന്ന രോഗങ്ങളെ മാത്രമേ ചെറുക്കൂ എന്നൊന്നുമില്ല. നമുക്ക് ഏത് രോഗം വന്നാലും ചിലപ്പോൾ ബോഡി ഒരു പരിധി വരെ അതിനെ റെസിസ്റ്റ് ചെയ്യും. അതാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. എന്നാൽ അക്വയർഡ് ഇമ്മ്യൂണിറ്റി സ്പെസിഫിക് ആണ്, സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി ആണ്. ഇറ്റ് ഈസ് വർക്ക്ഡ് ഓൺ ദ ബേസിസ് ഓഫ് മെമ്മറി. എന്തിന്റെ അടിസ്ഥാനത്തിലാ? മെമ്മറിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഓൺ ദ ബേസിസ് ഓഫ് മെമ്മറി. അപ്പോൾ അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി ആണ്, വർക്ക്ഡ് ഓൺ ദ ബേസിസ് ഓഫ് മെമ്മറി. മെമ്മറിയുടെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. കാരണം നിങ്ങളൊരു വാക്സിനേഷൻ ചെയ്യുന്നു, ഫോർ എക്സാമ്പിൾ ചിക്കൻ പോക്സിന് ഉള്ള വാക്സിൻ ചെയ്ത് കഴിഞ്ഞാൽ
ആ വാക്സിൻ നിങ്ങൾക്ക് മറ്റുള്ള മറ്റുള്ള രോഗങ്ങൾക്ക്, ഇപ്പൊ മറ്റു വൈറൽ ഡിസീസിന് അത് പറ്റില്ല. ഇപ്പൊ നമ്മുടെ ചിക്കൻ പോക്സിനുള്ള ഒരു വാക്സിൻ അല്ലെങ്കിൽ ട്യൂബർക്ലോസിസിനുള്ള ഒരു വാക്സിൻ, നിങ്ങൾ ഏതെങ്കിലും ഒരു വാക്സിൻ, ഇപ്പോൾ സാധാരണയായിട്ട് മറ്റൊരു വാക്സിൻ അതല്ല BCG വാക്സിൻ ആണ്. അപ്പൊ ട്യൂബർക്ലോസിസിനുള്ള ഒരു വാക്സിൻ, അതല്ലെങ്കിൽ ചിക്കൻ പോക്സുള്ള വാക്സിൻ, എന്തിന് നമ്മൾ കൂടുതൽ പറയുന്നു കൊറോണയ്ക്കുള്ള വാക്സിൻ ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക, നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഏതൊരു വാക്സിനും ചെയ്യുമ്പോൾ ആ രോഗം മാത്രം ചെറുക്കുള്ളൂ. ഇപ്പൊ കൊറോണ വാക്സിൻ ചെയ്താൽ നിങ്ങൾക്ക് ചിക്കൻ പോക്സ് വരില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കൊറോണ വാക്സിൻ ചെയ്താൽ കൊറോണ വരില്ല. ചിക്കൻ പോക്സിന്റെ വാക്സിൻ ചെയ്താൽ ചിക്കൻ പോക്സ് വരില്ല. ട്യൂബർക്യുലർ വാക്സിൻ ചെയ്താൽ ട്യൂബർക്ലോസിസ് വരില്ല. അതാണ് നമ്മൾ പറയുന്നത് സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത്. ഒരു വാക്സിൻ ഉപയോഗിച്ചാൽ ആ രോഗത്തിനെ മാത്രമേ പ്രതിരോധിക്കൂ. അതിനെയാണ് നമ്മൾ സ്പെസിഫിക് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. എന്നാൽ അതേ സമയത്ത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി നോൺ സ്പെസിഫിക് ആണ്. എന്താണ് നോൺ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ അതിനെ ഈ രോഗത്തിനെ മാത്രമേ ചെറുക്കുന്നില്ല. കാരണം അത് തനിയെ നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്നതാണ്, ഇൻബോൺ ആണ്. അതുകൊണ്ട് തന്നെ അത് നോൺ സ്പെസിഫിക് ആണ്. ഈ വാക്ക് നിങ്ങൾ പഠിക്കണം. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഇൻബോൺ ഇമ്മ്യൂണിറ്റി ആണ്, നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി ആണ്. കാരണം ഒരു രോഗത്തിന് എന്നതിനില്ല. അക്വയർഡ് ഇമ്മ്യൂണിറ്റി അക്വയർഡ് ആഫ്റ്റർ ബർത്ത് ആണ്, അത് സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി ആണ്, മെമ്മറിയിലൂടെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇതാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും അക്വയർഡ് ഇമ്മ്യൂണിറ്റി തമ്മിലുള്ള ബേസിക് ആയ ഡിഫറൻസ്. ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി വർക്ക് ചെയ്യുന്നത് പ്രധാനമായി 4 ബാരിയേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതൊക്കെയാണ് 4 ബാരിയേഴ്സ്? ഒന്നാമത്തെ ബാരിയർ നമ്മൾ പറയും ഫിസിക്കൽ ബാരിയർ. ഒന്നാമത്തെ എന്താണ്? ഫിസിക്കൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബോർഡ് എക്സാമിന്. കേരള ബോർഡ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയാം. ഈ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഒരു 90% കൂടുതൽ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത് ബോർഡ് എക്സാമിന്. കാരണം ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ 4 ബാരിയേഴ്സ് ഏതൊക്കെയാണ്? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഹാസ് 4 ബാരിയേഴ്സ് അല്ലെ. ആ ബാരിയേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് രോഗാണുക്കളെ തടയുന്നത്. എന്തൊക്കെയാണ് ആ ബാരിയേഴ്സ്? ഒന്ന് ഫിസിക്കൽ ബാരിയർ. ഫിസിക്കൽ ബാരിയർ ഇത് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ പ്രൈം ബാരിയർ ആണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ബാരിയർ ആണിത്. ഫിസിക്കൽ ബാരിയർ ഓർ ദ പ്രൈം ബാരിയർ, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ബാരിയർ ആണ് ഈ ഫിസിക്കൽ ബാരിയർ. ആരൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ? ഇതിന് എക്സാമ്പിൾ ഒക്കെയാണ് ചോദിക്കുക. എൻട്രൻസിന് ചിലപ്പം ഈ എക്സാമ്പിൾ തന്നിട്ട് ഏത് കാറ്റഗറിയാന്ന് ചോദിക്കാം. എങ്ങനെ വരുന്നാലും ഈ ഒരു ടോപ്പിക് നിങ്ങൾ പഠിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ എവിടുന്നെങ്കിലും നിങ്ങൾക്ക് കിട്ടും. എസ്പെഷ്യലി യുവർ ബോർഡ് എക്സാം ഓർ യുവർ എൻട്രൻസ് എക്സാം എന്തിലും വരാം. അപ്പോൾ ഫിസിക്കൽ ബാരിയർ എന്നുള്ള 2 എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്നത് ഒന്ന് സ്കിൻ ആണ്, അതേപോലെ തന്നെ ഒന്ന് മ്യൂക്കസ് മെംബ്രെയിൻ ആണ്. ഇത് രണ്ടുമാണ് നമ്മൾ പഠിക്കുന്നത്, സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ. നിങ്ങൾക്കറിയാം സ്കിൻ, നമുക്ക് സാധാരണ രോഗങ്ങളില്ലാത്ത ഒരാൾക്ക് സ്കിന്നിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു വൂണ്ട് വന്നു കഴിഞ്ഞാൽ ആ വൂണ്ടിലൂടെ രോഗാണുക്കൾ വന്ന് ആ വൂണ്ട് പഴുക്കുന്നത് നിങ്ങൾക്ക് കാണാം. എന്നാൽ നിങ്ങളുടെ സ്കിന്നിലൊന്നും പഴുപ്പ് കാണുന്നില്ല. കാരണം എവിടെയാണോ സ്ക്രാച്ച് വീഴുന്നത് അതിലൂടെയാണ് രോഗാണുക്കൾ വരുന്നത്. അതുപോലെ തന്നെ സ്കിന്നിനുള്ള ചില pH വാല്യൂയുടെ ചേഞ്ചസ് രോഗാണുക്കളെ കൊല്ലും എന്നുള്ളതാണ്. സ്കിന്നിന് മുകളിലുണ്ടാവുന്ന pH വാല്യൂവിന്റെ ചേഞ്ച് നിങ്ങളെ എന്തിനെ കൊല്ലും? രോഗാണുക്കളെ കൊല്ലും. അപ്പൊ അങ്ങനെ വരുമ്പം സ്കിന്ന് ഒരു പ്രൈമറി ബാരിയർ ആണ്. ആദ്യമായിട്ട് ഒരു രോഗാണു വരുമ്പം തടയുന്നത് സ്കിന്നാണ്. അതേപോലെ തന്നെ മ്യൂക്കസ് മെംബ്രെയിൻ. നിങ്ങൾക്കറിയാം നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട രോഗാണുക്കൾ പ്രവേശിക്കാൻ സാധ്യതയുള്ള 3 സിസ്റ്റമാണ് ഉള്ളത്. There are 3 systems through which the pathogen can enter easily. ഏതൊക്കെയാണ് ആ 3 സിസ്റ്റം? അതിൽ ഒന്നെന്ന് പറയുന്നത് റെസ്പിറേറ്ററി സിസ്റ്റമാണ്, ഒന്ന് ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലൂടെ ഇൻജസ്റ്റഡ് പാത്തോജൻ ആണ്, ഫുഡിലൂടെ വരുന്ന പാത്തോജൻ എത്തുക. ഇൻഹെയിൽഡ് പാത്തോജൻ, അതുകൊണ്ടാണല്ലോ നമ്മൾ കൊറോണ വൈറസിനെതിരായിട്ട് മാസ്ക് ഉപയോഗിക്കുന്നത്. ഇൻഹെയിൽഡ് ഓർ ഡ്രോപ്ലെറ്റ് വരുമ്പോൾ ഇൻഹെയിൽഡ് പാത്തോജൻ ആണ് ഏതിലൂടെ വരുന്നത്? റെസ്പിറേറ്ററി ട്രാക്ട്. പിന്നെ മൂന്നാമത്തത് യുറിനോ ജനൈറ്റൽ ട്രാക്ട് ആണ്, യൂറിനറി ആൻഡ് ജനൈറ്റൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. ഈ 3 ട്രാക്റ്റിലൂടെയാണ് രോഗാണുക്കൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുള്ളത്. ഈ 3 ട്രാക്റ്റിലും നിങ്ങൾക്കറിയാം മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ട്. നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലുണ്ട്, ഡൈജസ്റ്റീവ് ട്രാക്റ്റിലുണ്ട്, യൂറിനോ ജനൈറ്റൽ ട്രാക്റ്റിലും മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ട്. അപ്പോൾ ഈ സ്കിന്നും മ്യൂക്കസ് മെംബ്രെയിനും എന്തിനു സഹായിക്കുന്നു? രോഗാണുക്കളെ തടയാൻ സഹായിക്കുന്നു. അവ ഏത് കാറ്റഗറി വരും? ഫിസിക്കൽ ബാരിയർ അഥവാ പ്രൈം ബാരിയർ, ഇമ്പോർട്ടന്റ് ബാരിയർ.
ഇതാണ് ഒന്ന്. രണ്ടാമത്തത് ഫിസിയോളജിക്കൽ ബാരിയർ ആണ്. ഫിസിയോളജിക്കൽ ബാരിയർ. ഈ ഫിസിയോളജിക്കൽ ബാരിയർ എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഫിസിയോളജിയുമായി ബന്ധപ്പെട്ടതാണ്. ഏതൊക്കെയാണ് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്? പ്രധാനമായും ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നതിന് എക്സാമ്പിൾ നമുക്ക് പറയാവുന്നത് എന്താ, സലൈവ ഇൻ മൗത്ത്, നമ്മുടെ വായ്ക്കകത്തുള്ള സലൈവ അല്ലേ. അതേപോലെ തന്നെ ആസിഡ് ഇൻ ദ സ്റ്റൊമക്കിൽ കാണുന്ന ആസിഡ് പ്രോട്ടീൻ ഡൈജഷന് സഹായിക്കുന്നതാണെങ്കിലും അത് അതേപോലെ തന്നെ മറ്റൊരു ഫംഗ്ഷനോട് ചെയ്യുന്നുണ്ട്, ഈ രോഗപ്രതിരോധ ശേഷി. അതിലൂടെ ഫുഡിലൂടെ വരുന്ന പല പാത്തോജനെയും എന്താക്കുന്നത്, ഇനാക്ടിവേറ്റ് ചെയ്യുന്നത് ഈ ആസിഡാണ് സ്റ്റൊമക്കിലുള്ള. പിന്നെ മൂന്നാമത്തത് സലൈവയായി, ആസിഡായി ടിയേഴ്സ്. നമുക്കറിയാം ലൈസോസൈം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയോസിഡൽ സബ്സ്റ്റൻസ്, ബാക്ടീരിയനെ കൊല്ലുന്ന ഒരു കെമിക്കൽ ലൈസോസൈം എന്നാ പറയാം. അതെവിടെയുണ്ട്? നമ്മുടെ ടിയേഴ്സിലുണ്ട്, സലൈവയിലുണ്ട്. പ്രധാനമായിട്ടും ടിയേഴ്സിൽ അത് കാണുന്നു. ഇറ്റ് ക്യാൻ കിൽ സെർട്ടൺ ടൈപ്പ് ഓഫ് ബാക്ടീരിയ. എല്ലാ ബാക്ടീരിയനും എല്ലാ പാത്തോജനും കൊല്ലാനുള്ള കഴിവ് ഇതിനില്ല. എന്നാൽ അതേ സമയത്ത് ചില ബാക്ടീരിയനെ കൊല്ലാനുള്ള കഴിവ് അതിനുണ്ട്. അതാണ് ഈ ടിയേഴ്സിലും സലൈവയിലുള്ള ലൈസോസൈം എന്ന് പറയുന്ന ബാക്ടീരിയോസിഡൽ ഏജന്റ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഫീവർ എന്ന് പറയാൻ പറ്റും. ഫീവർ, പനി. ഒരു വർഷത്തിലൊരിക്കൽ പനിക്കുന്നത് നല്ലതാണ് എന്ന് പണ്ടുള്ള ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനുള്ള കാരണം എന്താ വെച്ചാൽ ഫീവർ നമ്മളെ ശരീരത്തിലെ ഈ ടെമ്പറേച്ചർ കൂട്ടി രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് ബോഡിയുടെ. അപ്പൊ ഇതൊക്കെ ഫിസിയോളജിക്കൽ ബാരിയറാണ് എന്ന് വിചാരിച്ച് എല്ലാ ദിവസവും പനിക്കുന്നതല്ലോ കേട്ടോ. അതല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. വർഷത്തിലൊരിക്കലൊക്കെ പനിക്കുന്നത്, ഒരു വൺസ് ഇൻ എ വൈൽ പനിക്കുന്നതൊക്കെ നല്ലതാണ്. അതൊരു ഇമ്മ്യൂണിറ്റിയുടെ ലക്ഷണമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ, ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആ ദിവസം ആ കുഞ്ഞിന് പനിക്കും. കാരണം നമ്മൾ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാവുന്നതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ് പനി. എന്നാൽ എല്ലാ പനിയും അങ്ങനെ ആവണമെന്നൊന്നുമില്ല. നമ്മുടെ ശരീരത്തിൽ വൈറസുകൾ കയറിയാൽ പനിക്കും, മറ്റു രോഗാണുക്കൾ കയറിയാൽ ചിലപ്പോൾ പനിക്കാം. ഇതൊക്കെ പനിയാണ്. പക്ഷേ പനി ഒരു എന്തുകൂടിയാണ്? ഇമ്മ്യൂണിറ്റിയുടെ ഒരു ലക്ഷണം കൂടിയാണ്. നോർമലായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളൊരു പനി, അല്ലാതെ റെഗുലറായ പനിയല്ല. ഇത്രയാണ് രണ്ടാമത്തെ ബാരിയർ. മൂന്നാമത്തെ ബാരിയർ എന്ന് പറയുന്നത് സെല്ലുലാർ ബാരിയർ. സൈറ്റോളജിക്കൽ ഓർ സെല്ലുലാർ ബാരിയർ. സൈറ്റോളജിക്കൽ ഓർ സെല്ലുലാർ ബാരിയർ എന്ന് പറയും. ഈ ബാരിയറിന്റെ ഫംഗ്ഷൻ എന്താ? ഇതിൽ ആരാണ് വരുന്നത്? നിങ്ങളുടെ ശരീരത്തിലെ സെൽ എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി നൽകുന്ന സെൽസ് ആരാണ്? ദേ ആർ ദ WBC അല്ലേ. പല ടൈപ്പ് WBC നിങ്ങൾക്കറിയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ ബ്ലഡിൽ ഏറ്റവും കൂടുതൽ കാണുന്ന WBC ആണ് ന്യൂട്രോഫിൽ അല്ലെ. 60 മുതൽ 65% നമ്മുടെ ബ്ലഡിലെ WBCയുടെ 60 മുതൽ 65%, അതായത് ഏറ്റവും കൂടുതൽ മോസ്റ്റ് അബൻഡന്റ് WBC എന്ന് പറയുന്നത് ബ്ലഡിലെ ന്യൂട്രോഫിലാണ്. ഈ ന്യൂട്രോഫിൽ ഒരു സെല്ലുലാർ ബാരിയറിന് എക്സാമ്പിൾ ആണ്. ഈ ന്യൂട്രോഫിൽ കം അണ്ടർ WBC അല്ലേ. ഇത് നമ്മൾ ചിലപ്പോൾ നിങ്ങൾ ടെസ്റ്റിനകത്ത് കാണാം, PMNL ലൈക്ക് ന്യൂട്രോഫിലിന് കാണാം. അതായത് പോളിമോർഫോ ന്യൂക്ലിയർ ലൂക്കോസൈറ്റ്സ് എന്നാണ് പറയുന്നത്. പോളിമോർഫോ ന്യൂക്ലിയർ ലൂക്കോസൈറ്റ് എന്ന് പറയാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, WBC 2 തരമുണ്ട്, ഗ്രനുലോസൈറ്റ്സും അഗ്രനുലോസൈറ്റ്സും. അതിൽ ഗ്രനുലോസൈറ്റ്സ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഗ്രന്യൂളിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ്. ഒന്നിൽ ഗ്രന്യൂൾ കാണും, ഒന്നിൽ കാണൂല. അത് മാത്രമല്ല, ഗ്രനുലോസൈറ്റ്സിന് ന്യൂക്ലിയസ് മൾട്ടി ലോബ്ഡ് ആയിരിക്കും. അഗ്രനുലോസൈറ്റ്സിന്റെ ന്യൂക്ലിയസ് അതായത് ഒറ്റ സ്റ്റൈലേ ഉണ്ടാവുള്ളൂ. ഒറ്റ ന്യൂക്ലിയസ്, ഒന്നാം. മറ്റേത് മൾട്ടി ലോബ്ഡ് ന്യൂക്ലിയസ് ആണ്, ഒന്നിൽ കൂടുതൽ ലോബുകളുള്ള ന്യൂക്ലിയസ്. നിങ്ങൾ കഴിഞ്ഞ കൊല്ലത്തേക്ക് ഒന്ന് റീകോൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാം. ഇസ്നോഫിലിന് എന്താ, നിങ്ങൾക്ക് ഏകദേശം അതിന്റെ ഇത് കാണാം. ഇസ്നോഫിലിന് ഏകദേശം നമ്മുടെ ഇങ്ങനെയുള്ള ഇയർഫോൺ പോലത്തെ ഒരു ബൈലോബ്ഡ് ന്യൂക്ലിയസ് ആണ്. എന്തിനാ ഇതിപ്പോ ഇങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയസ് ബൈലോബ്ഡ് ന്യൂക്ലിയസ്. പിന്നെ എന്തുണ്ടാവും? വിത്ത് ഗ്രന്യൂലേറ്റഡ് സൈറ്റോപ്ലാസം, ഗ്രന്യൂൾസും കാണും. ഇതാണ് എന്തിന്റെ? ഇസിനോഫില്, ഇയോസിനോഫിൽ അല്ലേ. ബൈലോബ്ഡ് ന്യൂക്ലിയസ്, 2 ലോബുണ്ട്. ഇനി അടുത്തത് എന്താ? ഇനി അടുത്ത നിങ്ങൾ
ബേസോഫിൽ എടുക്കുകയാണെങ്കിൽ ഏകദേശം എസ് ഷേപ്പ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണ്. ഒരു 3 ലോബൊക്കെ ആയിട്ട് കാണാം. ഇങ്ങനത്തെ ഒരു ന്യൂക്ലിയസ് ആണ്. എസ് ഷേപ്പ്ഡ് 3 ലോബ്ഡ് ന്യൂക്ലിയസ്, മൾട്ടി ലോബ്ഡ് ന്യൂക്ലിയസ്. പിന്നെ ഇതിനകത്ത് ഗ്രനുലേറ്റഡ് ആയിരിക്കും. ഇനി നിങ്ങൾ ഈ ന്യൂട്രോഫിൽ എടുക്കുകയാണെങ്കിൽ ന്യൂട്രോഫിൽ എങ്ങനെയാ? ന്യൂട്രോഫിലിന്റെ പ്രത്യേകത ന്യൂട്രോഫിലിന് ഏകദേശം ഒരു എത്ര ഉണ്ടെന്നറിയോ? ഒരു ഏകദേശം ഒരു 3 മുതൽ 7 വരെ ന്യൂക്ലിയസ് ഉണ്ടാവും. 3 മുതൽ 7 വരെ ലോബുകളുള്ള ന്യൂക്ലിയസ് ഒന്നേ ഉള്ളൂ, പക്ഷെ ലോബുകൾ ഉണ്ടാവും. അതായത് 1, 2, 3, 4, 5 ഞാൻ വരച്ചിട്ടുണ്ട്. 3 മുതൽ 7 വരെ ലോബുകളും ഉണ്ടാവും. അതേ സമയത്ത് എന്താ, ഗ്രന്യൂൾസും ഉണ്ടാവും. ഇത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ പോളിമോർഫോ ന്യൂക്ലിയർ ലൂക്കോസൈറ്റ് എന്ന് പറയുക. ഇതാണ് മൾട്ടി ലോബ്ഡ് ന്യൂക്ലിയസ് ഉള്ള WBCനെയാണ് പോളിമോർഫോ ന്യൂക്ലിയർ ലൂക്കോസൈറ്റ് എന്ന് പറയുന്നത്, PMNL. അതിൽ നമ്മളെ ഇമ്മ്യൂണിറ്റിയുമായി വളരെയധികം ബന്ധമുള്ളത് ഏതാണ്? ന്യൂട്രോഫിലാണ്. ഇത് അലർജിക് റിയാക്ഷൻ മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഇത് 3 കെമിക്കൽ എന്തൊക്കെയാ? ഹെപ്പാരിൻ, സെറോട്ടോണിൻ, ഹിസ്റ്റമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നാൽ ഫാഗോസൈറ്റിക്കായി രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് ആരാണ്? ന്യൂട്രോഫിൽ. അപ്പോൾ ഈ പറഞ്ഞ 3 PMNL ആണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട അതേതാ? ഈ പറഞ്ഞ ന്യൂട്രോഫിൽ. അതാണ് PMNL ലൈക്ക് ന്യൂട്രോഫിൽ. ബാക്കി 2 നമ്മൾ നോക്കിയാൽ കാണാം. ബാക്കി 2 എണ്ണത്തോടെ നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചതല്ലേ? ബാക്കി 2 ഒന്ന് എന്താണുള്ളത്? ഇങ്ങനെ കിഡ്നി ഷേപ്പ്ഡ് ആയ ഒരൊറ്റ ന്യൂക്ലിയസ് ആണുള്ളത്. കണ്ടോ? കിഡ്നി ഷേപ്പ് ആയ ഒറ്റ ന്യൂക്ലിയസ് ആണ്. എന്തുമില്ല ഇതിനകത്ത്, എന്തുമില്ല, ഗ്രന്യൂൾസും ഇല്ല. അടുത്തത് നിങ്ങൾക്കറിയാം, ഇങ്ങനെ ഒരൊറ്റ ന്യൂക്ലിയസ്. ഇതും ലോബ്ഡ് അല്ല, ഒരു വലിയൊരൊറ്റ ന്യൂക്ലിയസ്. കണ്ടില്ലേ? ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. ലോബ്സ് ഇല്ല, ഗ്രന്യൂൾസും ഇല്ല. ഇത് മോണോസൈറ്റ് ആണ്, ഇത് ലിംഫോസൈറ്റ് ആണ്. ഇവർക്കൊക്കെ യൂണി ലോബ്ഡ് ആണ്, ഒറ്റ ലോബേ ഉള്ളൂ. എന്നാൽ ഇത് മൾട്ടി ലോബ്ഡ് ആണ്. അപ്പൊ മൾട്ടി ലോബ്ഡ് ആയതിനാണ് PMNL എന്ന് പറയുക. അതിൽ നമുക്ക് എന്തുമായി ബന്ധപ്പെട്ടത്? ഈ പറഞ്ഞ എല്ലാത്തിലും, ഈ 5 എണ്ണത്തിലും ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ന്യൂട്രോഫിൽ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? ഈ പറഞ്ഞ മോണോസൈറ്റ് വരാം. മോണോസൈറ്റ്, ഇതാണ് മോണോസൈറ്റ്. അത് PMNL വരുന്നതല്ല, പോളിമോർഫോ അല്ല. ഇപ്പൊ WBCയിൽ ന്യൂട്രോഫിൽ ആവാം, അല്ലെങ്കിൽ WBCയിൽ എന്താവാം? മോണോസൈറ്റ് ആവാം. ഈ ന്യൂട്രോഫിലിന് PMNL ആണ്, പോളിമോർഫോ ആണ് ന്യൂക്ലിയർ. ഓക്കെ. പിന്നെ അടുത്തത് വരുന്നത് നാച്ചുറൽ കില്ലർ സെൽ ആവാം, അല്ലെങ്കിൽ മാക്രോഫേജസ് ആവാം. ഇത്രയും സാധനങ്ങൾ എന്തിൽ വരും? സെല്ലുലാർ ബാരിയറിന് എക്സാമ്പിൾ ആണ്. ഇതാണ് സെല്ലുലാർ ബാരിയർ. ഇത്രയും കാര്യങ്ങൾ സെല്ലുലാർ ബാരിയറിൽ വരും. അപ്പോൾ WBC, അതൊക്കെ WBC വരും. അതായത് ന്യൂട്രോഫിൽ വരും, മോണോസൈറ്റ് വരും, മാക്രോഫേജസ്, നാച്ചുറൽ കില്ലർ സെൽ, ലിംഫോസൈറ്റ്സ്. ഓക്കെ. സോ WBCയിൽ പോളിമോർഫോ ന്യൂക്ലിയർ ലൂക്കോസൈറ്റ്സ് ലൈക്ക് ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, മാക്രോഫേജ്. ഇത് 3 എന്താ? ഫാഗോസൈറ്റിക് ആണ്, അറിയാം. ന്യൂട്രോഫിൽ ഫാഗോസൈറ്റിക് ആണ്, മോണോസൈറ്റ് ഫാഗോസൈറ്റ്. ഈ മോണോസൈറ്റ് തന്നെയാണ് പിന്നീട് മാക്രോഫേജസ് ആവുന്നത്. അതും എന്താണ്? അതും ഫാഗോസൈറ്റിക് ആണ്. അപ്പൊ ഇവര് 3 പേരും ഫാഗോസൈറ്റിക്, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. പിന്നെ നാച്ചുറൽ കില്ലർ സെൽ, അത് രോഗാണുക്കളെ കൊല്ലുന്നു. മനസ്സിലായില്ലേ? അതൊരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്ത് അതിനകത്തേക്ക് വെള്ളം ഉള്ളോട്ട് കയറി അത് ബൾജ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ബാരിയർ. ഓക്കെ. അപ്പൊ അത് നമുക്ക് മനസ്സിലായി. ഇതാണ് 3ാമത്തെ. ഇനി 4ാമത്തെ ബാരിയർ ഏതാ? അപ്പോൾ ഫിസിക്കൽ ബാരിയറായി, ഫിസിയോളജിക്കൽ ബാരിയറായി, സെല്ലുലാർ ബാരിയറായി. പിന്നെ അടുത്ത ബാരിയറിന്റെ പേര് സൈറ്റോകൈൻ ബാരിയർ എന്നാണ് പറയുക. സൈറ്റോകൈൻ ബാരിയർ. ഇതിന് ഒരു എക്സാമ്പിൾ ആണ് ഇന്റർഫെറോൺ. ഇതിപ്പോ നമുക്കൊന്ന് പഠിക്കണം. ഇത് ചോദിക്കാറുണ്ട്, എന്താണ് ഇന്റർഫെറോൺ? ഇന്റർഫെറോൺ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ്. Interferon is a protein produced by, secreted by the viral infected cell to prevent the infection of virus to other neighboring cells. എന്ന് പറയാൻ എന്താ അർത്ഥം? വൈറൽ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ബാക്ടീരിയ അല്ല, വൈറൽ ഇൻഫെക്റ്റഡ് സെല്ല്, വൈറസ് ഇൻഫെക്റ്റ് ചെയ്ത സെല്ല്
പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് ഇന്റർഫെറോൺ. ഈ പ്രോട്ടീൻ എന്തിനുപയോഗിക്കുന്നു? ചുറ്റുപാടുമുള്ള സെല്ലിനെ ഫർദർ വൈറൽ ഇൻഫെക്ഷനെ തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ്, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് ഇന്റർഫെറോൺ, ഒരു പ്രോട്ടീനാണ് ഇത്. അപ്പൊ നമ്മൾ ചോദിക്കും ഇത് ഏത് കാറ്റഗറിയാണ്? ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാം. സൈറ്റോകൈൻ ബാരിയർ എന്ന കാറ്റഗറിയിലാണ് വരിക. എന്താണ് ഇന്റർഫെറോൺ? ഇന്റർഫെറോൺ ഒരു പ്രോട്ടീനാണ്. ആരാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വൈറൽ ഇൻഫെക്റ്റ്, ബാക്ടീരിയ അല്ല കേട്ടോ, വൈറസ് ആക്രമിച്ചിരിക്കുന്ന സെൽസ്, വൈറൽ ഇൻഫെക്റ്റഡ് സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് ഇന്റർഫെറോൺ. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് വിൽ ഹെൽപ്പ് ടു പ്രൊട്ടക്ട് ദ അതർ നെയ്ബറിംഗ് സെൽ ഫ്രം ഫർദർ വൈറൽ ഇൻഫെക്ഷൻ. ഈ സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലോട്ട് വൈറൽ ഇൻഫെക്ഷൻ തടയാൻ വേണ്ടിയിട്ട് ആ വൈറൽ ഇൻഫെക്റ്റഡ് സെല്ല് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് എന്ത്? ഇന്റർഫെറോൺ. ഇത് ഏത് കാറ്റഗറി വരും? സൈറ്റോകൈൻ ബാരിയർ എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. സൈറ്റോകൈൻ എന്ന ഒരു കാറ്റഗറിയിലാണ് ഇത് വരുന്നത്. ഇത്രയും നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? ബയോടെക്നോളജി പ്രകാരം ഇന്റർഫെറോൺ, ആൽഫ ഇന്റർഫെറോൺ പ്രൊഡ്യൂസ് ചെയ്ത് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് അഗൈൻസ്റ്റ് or used in the treatment of cancer. ഇമ്മ്യൂണോമോഡുലേറ്റർ നമ്മൾ പഠിക്കും. അത് ഇമ്മ്യൂണോമോഡുലേറ്റർ എന്നൊരു കണ്ടീഷനിലേക്ക്, ഇമ്മ്യൂണോമോഡുലേറ്റർ എന്നൊരു എന്താ പറയുക, സാധാരണ ഉള്ള ഒരു കാറ്റഗറിയിലേക്ക്, ആ ഒരു കാറ്റഗറി ഓഫ് മെഡിസിനിലേക്ക് നമ്മൾ ഇന്റർഫെറോണെ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏത് ഇന്റർഫെറോൺ? ആൽഫ ഇന്റർഫെറോൺ. ആൽഫ ഇന്റർഫെറോൺ ഈ കൊറോണ കാലഘട്ടത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്റർഫെറോൺ ഉപയോഗിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറെ, അത് പറ്റൂല പറ്റും എന്നെല്ലാം പറഞ്ഞിട്ട് കുറെ കോൺട്രവേഴ്സീസ് നിങ്ങൾക്ക് അറിയാം. അത് സംഭവം ഇന്റർഫെറോൺ എന്ന് പറയുന്നത് വൈറൽ ഇൻഫെക്റ്റഡ് സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ്. മറ്റുള്ള ചുറ്റുപാടുമുള്ള സെല്ലിനെ വൈറൽ ഇൻഫെക്ഷനെ തടയാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് നമ്മളിത് ആർട്ടിഫിഷ്യലായിട്ട്, അതായത് ബയോടെക്നോളജി വഴി ഉണ്ടാക്കുകയും ക്യാൻസറിൽ ഇമ്മ്യൂണോമോഡുലേറ്റർ എന്ന തെറാപ്പിയിൽ നമ്മൾ ഈ സാധനം ഇന്റർഫെറോൺ യൂസ് ചെയ്യുന്നുണ്ട്. യൂസ്ഡ് അഗെയിൻസ്റ്റ് ക്യാൻസർ. ഈസ് എ മെഡിസിൻ ഫോർ ദ ക്യാൻസർ തെറാപ്പി. മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഒരു ഇമ്മ്യൂണോമോഡുലേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നു. ദീസ് ആർ ദ 4 ബാരിയേഴ്സ്. ഈ ബാരിയേഴ്സ് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഒരു 90% കൂടുതലാണ്. നിങ്ങളുടെ സെക്കൻഡ് ഇയറിൽ ഈ ഹ്യൂമൻ ഹെൽത്തിൽ ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനുകളിൽ ഒന്നാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബാരിയേഴ്സ് ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇമ്മ്യൂണിറ്റിയിൽ 2 തരം ഇമ്മ്യൂണിറ്റി. ഒന്ന് ഇൻബോൺ ഇമ്മ്യൂണിറ്റി, അതിനെയാണ് ഇന്നേറ്റ് ഓർ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അത് നോൺ സ്പെസിഫിക് ആണ്. ഏത് രോഗത്തിനെ മാത്രം തെരഞ്ഞുപിടിക്കുക എന്നുള്ളതിനില്ല. അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി അക്വയർഡ് ആഫ്റ്റർ ബർത്ത് ആണ്, ജനിച്ചതിന് ശേഷം നമ്മൾ നേടിയെടുക്കുന്നതാണത്. ഈ ഇമ്മ്യൂണിറ്റി എന്താണ്? ദിസ് ഇമ്മ്യൂണിറ്റി സ്പെസിഫിക് ആണ്. ഇപ്പോൾ നമ്മളൊരു വാക്സിൻ ചെയ്താൽ, ഇപ്പം നിങ്ങളുടെ ശരീരത്തിൽ ചിക്കൻ പോക്സിന്റെ വൈറസ് കയറിയാൽ, നാച്ചുറലായിട്ട് കയറിയാൽ നിങ്ങൾക്ക് കുറെ കാലത്തേക്ക് ചിക്കൻ പോക്സ് ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. ചിക്കൻ പോക്സിന്റെ വാക്സിൻ കുത്തിവെച്ചാലും ചിക്കൻ പോക്സ് ഉണ്ടാവുന്നില്ല. അപ്പോൾ വാക്സിൻ കുത്തിവെച്ചാൽ ചിക്കൻ പോക്സ് ഇല്ലാതിരിക്കുന്നു, കൊറോണ ഉണ്ടാവും. അതാണ് സ്പെസിഫിക് എന്ന് പറയുന്നത്. കാരണം ആ ഒരു ആക്ഷനെ മെമ്മറിയിൽ ഇട്ടുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ കാരണം. ഇറ്റ്സ് വർക്ക് ഓൺ ദ ബേസിസ് ഓഫ് മെമ്മറി. ഓക്കെ, ഇനി ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി അതായത് ഇൻബോൺ ഇമ്മ്യൂണിറ്റി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇതിന് 4 ബാരിയേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് ആ ബാരിയേഴ്സ്? ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ബാരിയേഴ്സ് എന്തൊക്കെയാ? ഫിസിക്കൽ ബാരിയർ, അത് നമ്മൾ പ്രൈം ഓർ ദ ഇമ്പോർട്ടൻറ്റ് ബാരിയർ എന്ന് പറയും. അതിലേതൊക്കെ വരും? സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ ആണ് അതിൽ വരുന്നത്. സ്കിന്നും മ്യൂക്കസ് മെംബ്രെയിനും അതിൽ വരും. കാരണം നമ്മളെ ശരീരത്തിലെ ഏതൊരു രോഗമാണ് വന്നു കഴിഞ്ഞാലും ആദ്യമായിട്ട് നമ്മളെ തടഞ്ഞു നിർത്തുന്നത് ഈ സ്കിന്നാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട രോഗാണുക്കൾ വരാൻ ചാൻസ് ഉള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം, അതായത് എന്താ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എന്ത് പാത്തജൻ ആണ്? നമ്മുടെ സാധാരണ ഇൻജസ്റ്റഡ് പാത്തജൻ, ഭക്ഷണത്തിലുള്ള എത്തുന്ന പാത്തജൻ. രണ്ടാമത്തത് റെസ്പിറേറ്ററി ട്രാക്ട്, ഇൻഹെയിൽഡ് പാത്തജൻ. പിന്നെ മൂന്നാമത്തത് യുറിനോജനൈറ്റൽ സിസ്റ്റം. ഈ 3 സിസ്റ്റമാണ് ഏറ്റവും കൂടുതൽ രോഗാണുക്കൾ പ്രവേശിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സിസ്റ്റം. ഈ 3 സിസ്റ്റത്തിലും മ്യൂക്കസ് മെംബ്രെയിൻ പ്രൊട്ടക്ട് ചെയ്യുന്നു.
രണ്ടാമത്തത് ഫിസിയോളജിക്കൽ ബാരിയർ ആണ്. ഫിസിക്കൽ ബാരിയറെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കറിയാം മൗത്തിനകത്ത് സലൈവയുണ്ട്. ആ സലൈവയിലുള്ള സ്ലൈറ്റ് അസിഡിറ്റി ആണ് രോഗാണുക്കളെ പലപ്പോഴും എന്ത് ചെയ്യുന്നത്, തുരത്തുന്നത്. അതുപോലെ ആസിഡ് ഇൻ ദ സ്റ്റൊമക്ക്. നിങ്ങൾക്കറിയാം പെപ്സിനോജൻ എന്ന് പറയുന്ന ഗ്യാസ്ട്രിക് എൻസൈമിനെ പെപ്സിൻ എന്ന ആക്റ്റീവ് ഫോം ആക്കി മാറ്റുന്നതും പ്രോറെനിനെ റെനിൻ എന്ന ആക്റ്റീവ് ഫോം ഓഫ് എൻസൈം ആക്കുന്നത്, രണ്ട് പ്രോട്ടിയോലൈറ്റിക് എൻസൈമുകളെ ഇനാക്റ്റീവ് ഫോമിനെ ആക്റ്റീവ് ഫോം ആക്കി മാറ്റുന്നത് നമ്മുടെ ആസിഡാണ്. എന്നാൽ അത് കൂടാതെ നമ്മുടെ ശരീരത്തിൽ ഭക്ഷണത്തിൽ വരുത്തുന്ന പല രോഗാണുക്കളെയും നശിപ്പിക്കുന്നത് ഈ ആസിഡാണ്. പിന്നെ ടിയേഴ്സിനകത്ത് എന്തുണ്ട്? ടിയേഴ്സിനകത്തും സലൈവയ്ക്കകത്തുമുണ്ട് ലൈസോസൈം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ നാശിനി, ബാക്ടീരിയോസിഡൽ ഏജന്റ്. എല്ലാ ബാക്ടീരിയയും നശിപ്പിക്കില്ലെങ്കിലും സെർട്ടൻ ബാക്ടീരിയ കൊല്ലാൻ കഴിവുണ്ട്. പിന്നെ അടുത്തത് ഫീവർ. ഇതൊക്കെ ഫിസിയോളജിക്കൽ വരും. സെല്ലുലാർ ബാരിയർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് പ്രധാനമായും WBC ആണ്, വൈറ്റ് ബ്ലഡ് കോർപ്പസെൽസ് ആണ്. ആ വൈറ്റ് ബ്ലഡ് കോർപ്പസെൽസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റ് ബ്ലഡ് കോർപ്പസെൽ എന്ന് പറഞ്ഞാൽ ന്യൂട്രോഫിലാണ്. നമ്മുടെ ബ്ലഡിനകത്ത് ഏകദേശം 60-65% കാണുന്ന WBC ആണ്. ഏത്? ന്യൂട്രോഫിൽ. അത് ഏത് കാറ്റഗറിയിൽ വരും? പോളിമോർഫോ ന്യൂക്ലിയർ ലൂക്കോസൈറ്റ് എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. പോളിമോർഫോ ന്യൂക്ലിയർ ലൂക്കോസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടി ലോബ്ഡ് ആയുള്ള ന്യൂക്ലിയസ് ഉള്ള ലൂക്കോസൈറ്റ് എന്നാണ്. പിന്നെ മോണോസൈറ്റ് ഉണ്ട്, നാച്ചുറൽ കില്ലർ സെൽസ് ഉണ്ട്, മാക്രോഫേജസ്. ഇതിൽ എല്ലാം ഇവർ 3 പേരും ഫാഗോസൈറ്റിക് ആണ്. ഇത് രോഗാണുക്കളെ എന്ത് ചെയ്യുന്നു? കൊല്ലുന്നു. ഇത്രയും കാര്യങ്ങളാണ് സെല്ലുലാർ ബാരിയേഴ്സിൽ. ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് ഓൾ ആർ WBC സെൽസ്. ഇനി ഇത് നാലാമത്തെ ബാരിയറിന്റെ പേര് സൈറ്റോകൈൻ ബാരിയർ ആണ്. അതിനൊരു എക്സാമ്പിൾ ആണ് ഇന്റർഫ്രോൺ. എന്താണ് ഇന്റർഫ്രോൺ? ഏത് കാറ്റഗറിയിൽ വരുന്നൊക്കെ നമ്മൾ പഠിക്കണം. വൈറൽ ഇൻഫെക്റ്റഡ് സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് എന്ത്? ഇന്റർഫ്രോൺ. ബാക്ടീരിയൽ അല്ല കേട്ടോ, വൈറൽ ഇൻഫെക്റ്റഡ് സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് ഇന്റർഫെറോൺ. അത് സാധാരണ ചുറ്റുപാടുമുള്ള സെൽസിനെ വൈറൽ ഇൻഫെക്ഷനിൽ നിന്ന് തടയുക എന്നുള്ള അതിൻ്റെ ജോലി. എന്നാൽ മനുഷ്യൻ എന്ത് ചെയ്തു? ഇത് വൈറസ് ഒന്നും കിട്ടാതെ നമ്മൾ ബയോടെക്നോളജി വഴി ആൽഫ ഇന്റർഫ്രോൺ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ആൽഫ ഇന്റർഫ്രോൺ ഇമ്മ്യൂണോ മോഡുലേറ്റർ എന്ന ഒരു തെറാപ്പിയിൽ ക്യാൻസർ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നു. ദീസ് ആർ അബൌട്ട് ഡിഫറെന്റ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയെ പറ്റി പറയാനുള്ളത്. അതിനകത്തുള്ള 4 ബാരിയേഴ്സ്. ഇത് വളരെ, ഒരിക്കൽ കൂടെ പറയുന്നു, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിലെ 4 ബാരിയേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, ഇനി നമുക്ക് അക്വയർഡ് ഇമ്മ്യൂണിറ്റി നോക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞു. ഈ ബാരിയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? ബാരിയേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് ഈ അക്വയർഡ് ഇമ്മ്യൂണിറ്റി. വാട്ട് യു മീൻ ബൈ, ഇപ്പൊ ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്താണെന്നും അതിന്റെ പ്രത്യേകത എന്താണെന്നും അതിന്റെ ബാരിയേഴ്സ് ഏതൊക്കെയാണെന്നും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പഠിക്കാനുള്ളത് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു എന്താണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഇസ് ദ ഇമ്മ്യൂണിറ്റി അക്വയർഡ് ആഫ്റ്റർ ബർത്ത്. എങ്ങനെയൊക്കെയാണ് ഒരാൾക്ക് അക്വയർഡ് ഇമ്മ്യൂണിറ്റി കിട്ടുക? അക്വയർഡ് ഇമ്മ്യൂണിറ്റി കിട്ടാൻ 2 കാരണങ്ങളാണ്. ഒന്നുകിൽ നാച്ചുറൽ അറ്റാക്ക് ഓഫ് പാത്തജൻ. അതെന്താ നാച്ചുറൽ എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് ഞാൻ മനസ്സിലാവും. നാച്ചുറൽ അറ്റാക്ക് ഓഫ് പാത്തജൻ, അതായത് രോഗാണുക്കളെ തനിയെ നിങ്ങൾ ആക്രമിക്കുക. രണ്ടാമത്തത് വാക്സിനേഷൻ. ഈ വാക്സിനേഷൻ ചെയ്യുമ്പോഴും പലപ്പോഴും ഈ പാത്തജൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പാത്തജനെ ഒന്നുകിൽ കൊന്നിട്ടോ അല്ലെങ്കിൽ പാത്തജനെ ഇനാക്റ്റീവ് ആയിട്ടാണ് പല വാക്സിനും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ നാച്ചുറൽ അറ്റാക്ക് എന്ന് പറയുന്നത്. നമ്മളൊന്നും ചെയ്യാതെ രോഗാണുക്കൾ നേരിട്ട് നമ്മളെടുത്ത് വന്ന് ആക്രമിക്കുന്നതിനെയാണ് നാച്ചുറൽ അറ്റാക്ക് ഓഫ് പാത്തജൻ ഞാൻ പറഞ്ഞത്. രണ്ടാമത്തത് വാക്സിനേഷൻ. അത് രോഗാണുക്കളെ ഈ പാത്തജനെ ഒന്നുകിൽ ശക്തി കുറച്ച് അല്ലെങ്കിൽ കൊന്ന് എന്താക്കി യൂസ് ചെയ്യുന്നു? വാക്സിനായിട്ട് യൂസ് ചെയ്യുന്നു.
ഓക്കെ, അപ്പൊ രണ്ടായിരുന്നാലും ഈ നാച്ചുറൽ അറ്റാക്ക് ഓഫ് പാത്തോജൻ ആയാലും ശരി, വാക്സിനേഷൻ അതൊക്കെ ജനിച്ചതിന് ശേഷമല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ബർത്ത് എന്ന് ഞാൻ പറഞ്ഞത്. മാത്രമല്ല ഈ നാച്ചുറൽ അറ്റാക്ക് ഓഫ് പാത്തോജൻ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, എ എന്ന ഒരു രോഗത്തിനെതിരെയുള്ള പാത്തോജൻ ആണ്. എ എന്ന് പറയുന്ന ഒരു രോഗമുണ്ടാക്കുന്ന പാത്തോജൻ ആണ് നിങ്ങൾ ആക്രമിച്ചത്. അപ്പോ ഇവിടെ നിങ്ങൾ എ എന്ന ഈ രോഗത്തിനെതിരെയുള്ള വാക്സിനേഷനാണ് എടുത്തതെങ്കിൽ ഈ ഒരു ആൾക്ക് എ എന്ന് പറഞ്ഞ രോഗം മാത്രമേ വരാതിരിക്കുള്ളൂ. എന്നാൽ ഇവിടെ എന്താണ്, ബി എന്നുള്ള ഒരു രോഗത്തിനെതിരെയുള്ള രോഗം ഉണ്ടാക്കുന്ന പാത്തജനെ ആക്രമിച്ചത്, വാക്സിനേഷൻ എടുത്തത് എ ആണെങ്കിൽ ഈ എയും ബിയും പ്രതിരോധിക്കാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിനുണ്ട്. എന്ന് പറഞ്ഞാൽ ഏത് രോഗാണുവാണോ വരുന്നത് അല്ലെങ്കിൽ ഏത് വാക്സിൻ ആണോ ചെയ്യുന്നത് അതിനെതിരെ മാത്രമേ നമ്മളെ ബോഡി പ്രതികരിക്കൂ. അതാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. അതുകൊണ്ടാണ് ഇതിനെ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാവാനുള്ള രണ്ട് കാരണങ്ങൾ അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാവാനുള്ള രണ്ട് കാരണങ്ങൾ, ഒന്ന് സാധാരണ ഒരു രോഗാണു ശരീരത്തിൽ ആക്രമിക്കുക, രണ്ടാമത്തത് നമ്മൾ വാക്സിനേഷൻ എടുക്കുക. ഈ രണ്ട് രീതിയിലാണ് എന്ത് സംഭവിക്കുന്നത്, ഒരു മനുഷ്യന് അക്വയർഡ് ഇമ്മ്യൂണിറ്റി ലഭിക്കുന്നത്. ഇനി ഇതിലൊരു കാര്യം നമ്മൾ പഠിക്കാണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് വളരെ സിമ്പിൾ ആണ്. പ്രൈമറി റെസ്പോൺസ്, സെക്കൻഡറി റെസ്പോൺസ്, എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? പ്രൈമറി റെസ്പോൺസും സെക്കൻഡറി റെസ്പോൺസ് തമ്മിലുള്ള വ്യത്യാസം എന്താ? പ്രൈമറി റെസ്പോൺസ് എന്ന് പറയുന്നത് ഇതൊരു പാത്തോജനാണ്, ഇതൊരു പാത്തോജനാണ്. ഇപ്പോ ഈ പാത്തോജൻ എന്നെ അറ്റാക്ക് ചെയ്തു. അപ്പൊ എൻ്റെ ബോഡിക്ക് അറിയില്ല ഇത് എത്രത്തോളം പ്രശ്നക്കാരനാണ് എന്ന് എൻ്റെ ശരീരത്തിന് അറിയില്ല. അപ്പൊ എൻ്റെ ശരീരം ഇതിനെ കൂടുതലായിട്ട് പ്രതികരിക്കൂല. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൈമറി റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രോഗാണു വന്നു, ഈ ഒരു പാത്തോജൻ എൻ്റെ ശരീരത്തിൽ വന്നു, എനിക്ക് രോഗം ഉണ്ടായി കഴിഞ്ഞ ശേഷം നമ്മളെ ബോഡിക്ക് അറിയില്ലായിരുന്നു ഇത് എത്രത്തോളം പ്രശ്നക്കാരനാണെന്ന്. ഓക്കെ, അതുപോലെ ഇത് വേറൊരു പാത്തോജനാണ്, ഇത് എൻ്റെ ശരീരത്തിൽ വന്നു, ഇത് സെക്കൻഡറി അല്ല, ഇത് എൻ്റെ ശരീരത്തിൽ വന്നു. ഓക്കെ, ഇത് പറയട്ടെ, ഇതിപ്പോ വന്നല്ലോ, ആദ്യമായിട്ട് ഈ പാത്തോജൻ എൻ്റെ ശരീരത്തിൽ വന്ന് രോഗം ഉണ്ടാക്കുമ്പോൾ എൻ്റെ ശരീരത്തിന് അറിയില്ല ഇത് ഇത്രത്തോളം പ്രശ്നക്കാരനാണ്. അപ്പൊ നമ്മൾ അതിൻ്റെ റെസ്പോൺസ് ഇന്റൻസിറ്റി കുറവായിരിക്കും, പ്രതികരിക്കുന്നത് ഇന്റൻസിറ്റി കുറവായിരിക്കും, തീവ്രത കുറവായിരിക്കും. അതിനെയാണ് പ്രൈമറി റെസ്പോൺസ് എന്ന് പറയുക. അപ്പൊ പ്രൈമറി റെസ്പോൺസ് എന്നതിന്റെ അർത്ഥം എന്താ? പ്രൈമറി റെസ്പോൺസ് ഈസ് ദ റെസ്പോൺസ് ഓഫ് ദ ബോഡി വെൻ എ പാത്തോജൻ encounter for the first time. When a pathogen encountered the body for the first time, the response is of low intensity. അതിനെയാണ് പ്രൈമറി റെസ്പോൺസ് എന്ന് പറയുന്നത്. ഒരു കാര്യം പറഞ്ഞാൽ, ഒരു രോഗാണു ആദ്യമായിട്ട് നമ്മളെ ശരീരത്തിൽ എത്തുമ്പോൾ നമ്മളെ ശരീരത്തിന് അറിയില്ല ഇത് പ്രശ്നക്കാരനാണെന്ന്. അപ്പൊ നമ്മളെ ശരീരം അതിനോട് അത്രയധികം പ്രതിരോധിക്കൂല. അതിനെയാണ് പ്രൈമറി റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് വന്നു, പ്രൈമറി റെസ്പോൺസ് ആയേ. ഇനി ഇത് രണ്ടാമത്തെ പാത്തോജൻ, വേറൊരു പാത്തോജനാണ്. ഇത് എൻ്റെ ശരീരത്തിൽ വരുമ്പോൾ ഇത് സെക്കൻഡറി റെസ്പോൺസ് ആവുമോ? ഇല്ല, ഇതും പ്രൈമറി ആയിരിക്കും. കാരണം ഈ രോഗാണു ഇതുവരെ എൻ്റെ ശരീരത്തിൽ വന്നിട്ടില്ല. ഇത് ആദ്യമായിട്ട് വരുമ്പം ഇതും പ്രൈമറിയാണ്. പക്ഷേ ഇത് നേരത്തെ വന്നിരുന്നു. ഇത് രണ്ടാമത് വരുമ്പോൾ എൻ്റെ ശരീരം കൂടുതൽ സജ്ജമാകും ഇതിനെ പ്രതിരോധിക്കാൻ, എതിർക്കാൻ. അതിനെയാണ് സെക്കൻഡറി റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇത് വരുന്നത് പ്രൈമറിയും ഇത് വരുന്നത് സെക്കൻഡറിയും അല്ല. ഇത് വരുന്നത് എന്താണ്? പ്രൈമറിയാണ്. അതേ സാധനം തന്നെ വീണ്ടും പല പ്രാവശ്യം വരുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? സെക്കൻഡറി റെസ്പോൺസ് എന്ന് പറയുന്നത്. ആ സെക്കൻഡറി റെസ്പോൺസ് എന്താണ്? ഹൈ ഇന്റൻസിറ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് കാര്യം പറയാം, ഞാൻ കറക്റ്റ് മലയാളത്തിൽ പറഞ്ഞുതരാം. ഒരു രോഗാണു ആദ്യത്തെ പ്രാവശ്യം ശരീരത്തിൽ പ്രവേശിക്കുന്നതിനെയാണ് പ്രൈമറി റെസ്പോൺസ് എന്ന് പറയുക. അതിനെപ്പറ്റി നമ്മളെ ബോഡിക്ക് കാര്യമായ അറിവില്ലാത്തത് കൊണ്ട് എന്താ സംഭവിക്കുക? കാര്യമായ അറിവില്ലാത്തത് കൊണ്ട് ബോഡി
അത്രയധികം പ്രതിരോധിക്കില്ല, ഇന്റൻസിറ്റി കുറവായിരിക്കും റെസ്പോൺസിന്. അതിനെയാണ് പ്രൈമറി റെസ്പോൺസ് എന്ന് പറയുന്നത്. എന്നാൽ അതേ പാത്തോജൻ തന്നെ വീണ്ടും വീണ്ടും വരുമ്പോൾ നമ്മളെ ബോഡിക്കറിയാം ഇവൻ പ്രശ്നക്കാരനാണ്. അപ്പൊ നമ്മൾ തീവ്രമായി വളരെ ഇന്റൻസായി അതിനെ എന്ത് ചെയ്യും, ചെറുക്കും. അതാണ് സെക്കൻഡറി റെസ്പോൺസ്. പ്രൈമറി റെസ്പോൺസിന്റെ ഇന്റൻസിറ്റി കുറവായിരിക്കും, പക്ഷേ സെക്കൻഡറി റെസ്പോൺസിന്റെ ഇന്റൻസിറ്റി കൂടുതലാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഇതാണ് സംഭവം, മെമ്മറി. ഇതിനറിയാം പ്രൈമറി റെസ്പോൺസ് ഉള്ളത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എടാ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ഫുഡ് കഴിക്കുന്നു. ആ ഫുഡ് കഴിക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് എന്താ നിങ്ങൾക്ക് അറിയില്ല. ആ ഫുഡിന്റെ ഇഷ്ടപ്പെട്ടിട്ട് രണ്ടാമത് കഴിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും അത് വാരി വലിച്ച് കഴിക്കും. കാരണം നിങ്ങൾക്കറിയാം അതിന്റെ പ്രശ്നം. അല്ലെങ്കിൽ ഒരാൾ നിങ്ങളെ പ്രശ്നം ഉണ്ടാക്കി, ആദ്യമായിട്ട് നിങ്ങൾക്ക് അറിയില്ല അയാൾ പ്രശ്നക്കാരനാണ്. പിന്നെ അയാളെ വീണ്ടും നമ്മൾ കാണുമ്പം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കും, കാരണം ഇയാൾ പ്രശ്നക്കാരനാണല്ലോ, ഇനിയും പ്രശ്നം ഉണ്ടാക്കുവോ. അതാണ് സെക്കൻഡറി. എന്നാൽ വീണ്ടും വീണ്ടും വ്യത്യസ്തമായ പാത്തോജൻസ് വരുമ്പോൾ അത് സെക്കൻഡറി അല്ല, പ്രൈമറി തന്നെയാണ്. അപ്പൊ പ്രൈമറി റെസ്പോൺസ് എന്താണ്, സെക്കൻഡറി റെസ്പോൺസ് എന്താണ് എന്ന് മനസ്സിലാൻ ഞാൻ വിചാരിക്കുന്നു. പ്രൈമറി റെസ്പോൺസ് എന്താ? ദ എൻകൗണ്ടർ ഓഫ് എ പാത്തോജൻ ഫോർ ദ ഫസ്റ്റ് ടൈം. This response is of low intensity, which is known as primary response. എന്നാൽ അതേ സമയത്ത് the same pathogen enter for the second time. This already occurred in the memory. That means very dangerous. So the body resists this pathogen in an intensive manner. Intensity കൂടുതലാണ്, high intensity. The second response is called a secondary response. ഓക്കെ, ഇത് തന്നെയാണ് നിങ്ങൾ വാക്സിനേഷൻ എടുക്കുകയും ചെയ്യുന്നത്. ഇത് തന്നെയാണ് വാക്സിനേഷനും ഇതിലൊക്കെ വരുന്നത്. നിങ്ങളൊരു രോഗാണുവിനെ ശക്തി കുറച്ച് നിങ്ങളെ കുത്തിവെച്ചാൽ അത് പ്രൈമറി റെസ്പോൺസ് ആണ്. അപ്പം നമ്മളെ ബോഡിക്ക് അത് മെമ്മറിയിലായി. അതേ രോഗാണു വീണ്ടും വരുമ്പോൾ നമ്മുടെ ബോഡി അതിനെ സമ്മതിക്കില്ല ശരീരത്തിൽ കയറാൻ. അതുകൊണ്ടാണ് നിങ്ങൾ വാക്സിനേഷൻ എടുക്കുമ്പോൾ ആ രോഗം വരാത്തത്. അതാണ് പ്രൈമറി റെസ്പോൺസും സെക്കൻഡറി റെസ്പോൺസും. ഇനി ഈ പ്രൈമറി റെസ്പോൺസും സെക്കൻഡറി റെസ്പോൺസും ഒക്കെ സാധ്യമാകുന്നത് നമ്മുടെ ശരീരത്തിലെ രണ്ട് ടൈപ്പ് ലിംഫോസൈറ്റ്സ് ആണ്. ചെറിയ ക്ലാസ് മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയതാണത്. അതായത് ഈ പ്രൈമറി റെസ്പോൺസും സെക്കൻഡറി റെസ്പോൺസും സാധ്യമാവുന്നത് നമ്മളെ ശരീരത്തിൽ കാണുന്ന രണ്ട് ലിംഫോസൈറ്റ്സ് ആണ്. ഏതൊക്കെയാ രണ്ട് ലിംഫോസൈറ്റ്സ്? ഒന്ന് ബി ലിംഫോസൈറ്റും രണ്ടാമത്തത് ടി ലിംഫോസൈറ്റുമാണ്. ബി ലിംഫോസൈറ്റ്സ് ആൻഡ് ടി ലിംഫോസൈറ്റ്, ഇങ്ങനെ രണ്ട് എണ്ണമുണ്ട്. ബി ലിംഫോസൈറ്റ്സ്, ടി ലിംഫോസൈറ്റ്സ്. ഇത് രണ്ടുമാണ് എന്തിനെ സഹായിക്കുന്നത്? ഈ പറഞ്ഞ പ്രൈമറി റെസ്പോൺസും സെക്കൻഡറി റെസ്പോൺസും ഉണ്ടാവാൻ സഹായിക്കുന്നത്. എങ്ങനെയെന്ന് ചോദിച്ചാൽ ബി ലിംഫോസൈറ്റ്സ് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? അതായത് എന്താണ് പ്രൈമറി, എന്താണ് സെക്കൻഡറി ഞാൻ പറഞ്ഞു. ഇത് രണ്ടും നമ്മളിൽ സാധ്യമാവുന്നത് നമ്മളെ WBCയിലെ വൈറ്റ് ബ്ലഡ് കോർപ്പസലിലെ ല്യൂക്കോസൈറ്റിലെ രണ്ട് തരം ലിംഫോസൈറ്റുകളാണ്. ഏതൊക്കെയാ? ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും. ഇങ്ങനെ രണ്ട് തരം. ഇവരെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബി ലിംഫോസൈറ്റ് പ്രൊഡ്യൂസ് ആൻ ആർമി ഓഫ് പ്രോട്ടീൻ കോൾഡ് ആന്റിബോഡി. ആന്റിബോഡി എന്ന ഒരു ആർമി ഓഫ് പ്രോട്ടീനിനെ, ആന്റിബോഡീസ് ആർ പ്രോട്ടീൻ. നമ്മൾ ബയോമോളിക്കുലർ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ആന്റിബോഡീസ് ആർ പ്രോട്ടീൻ. അപ്പോ ബി ലിംഫോസൈറ്റ്സ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു? ആന്റിബോഡിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആന്റിബോഡി എന്താ? ടെസ്റ്റ് പ്രകാരം പറയുകയാണെങ്കിൽ an army of protein. നമ്മളെ ഒരു പ്രശ്നം വരുമ്പോൾ അവിടുത്തെ ഈ പട്ടാളത്തെ വിടുന്ന ആ പട്ടാളക്കാരാണ് നമ്മുടെ പ്രോട്ടീൻ പട്ടാളക്കാരാണ് നമ്മുടെ ഈ ആന്റിബോഡി എന്ന് പറയുന്നത്. ഈ ആന്റിബോഡിയാണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബി ലിംഫോസൈറ്റ്സ്. അപ്പൊ ടി ലിംഫോസൈറ്റ്സ് എന്താ ചെയ്യുന്നത്? ഒരു വിഭാഗം ടി ലിംഫോസൈറ്റ്സ് എന്ത് ചെയ്യുന്നു? ഈ ബി ലിംഫോസൈറ്റ്സിനെ എന്തിനു സഹായിക്കുന്നു? മനസ്സിലായില്ലേ? പലതരത്തിലുള്ള ടി ലിംഫോസൈറ്റ്സ് ഉണ്ട്. അതിൽ ഒരു വിഭാഗം ടി ലിംഫോസൈറ്റ്സ് എന്തിനെ സഹായിക്കുന്നു? ബി ലിംഫോസൈറ്റ്സിനെ എന്തുണ്ടാക്കാൻ സഹായിക്കുന്നു? ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. അത്തരത്തിലുള്ള ടി ലിംഫോസൈറ്റ്സിനെയാണ് ഹെൽപ്പർ ടി സെൽസ് എന്ന് നമ്മൾ പറയുന്നത്. കില്ലർ ടി സെൽസ് ഉണ്ട്, ഹെൽപ്പർ ടി സെൽസ് ഉണ്ട്, അല്ലെ സപ്രസർ ടി സെൽസ് ഉണ്ട്, ടി സെൽസ് ഓഫ് ഡിലൈഡ് ആക്ഷൻ ഉണ്ട്.
അതിൽ ഹെൽപ്പർ ടി സെൽസ് എന്ന് പറയുന്ന വിഭാഗം ടി സെൽസ്, ടി ലിംഫോസൈറ്റ്സ് ആണ് ബി ലിംഫോസൈറ്റ്സിനെ എന്തുണ്ടാക്കാൻ സഹായിക്കുന്നത്? അപ്പോൾ ആന്റിബോഡി എന്ന് പറയുന്ന ആ കെമിക്കൽ, ആർമി ഓഫ് പ്രോട്ടീൻ, രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഈ വസ്തു ഉണ്ടാവുന്നതിൽ രണ്ടു പേർക്കും പങ്കുണ്ട്. ബി ലിംഫോസൈറ്റ്സിന് ഡയറക്റ്റായ പങ്കുണ്ട്, ടി ലിംഫോസൈറ്റ്സിന് ഇൻഡയറക്റ്റായ പങ്കുണ്ട്. ബി ലിംഫോസൈറ്റ്സ് ആണ് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ടി ലിംഫോസൈറ്റ്സ് ആണ് അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ബി ലിംഫോസൈറ്റ്സും ടി ലിംഫോസൈറ്റ്സും എന്തെങ്കിലും പറ്റിയാൽ ഇമ്മ്യൂണിറ്റി അത് കാര്യമായി ബാധിക്കും. ഇതാണ്. ഇനി ബി ലിംഫോസൈറ്റ്സ് എവിടെയാണ് ഉണ്ടാവുന്നത്? അപ്പൊ ബി ലിംഫോസൈറ്റ്സും ടി ലിംഫോസൈറ്റ്സ് എന്താണ് മനസ്സിലായി? ബി ലിംഫോസൈറ്റ്സ് എവിടെയാണ് ഉണ്ടാവുന്നത്? ബി ലിംഫോസൈറ്റ്സ് ആർ ഫോംഡ് ഇൻ ബോൺ മാരോ, മെച്ചോർഡ് ഇൻ ബോൺ മാരോ. ബി ലിംഫോസൈറ്റ്സ് ഉണ്ടാവുന്നത് ബോൺ മാരോയിലാണ്, മെച്ചോർ ചെയ്യുന്നത് ബോൺ മാരോയിലാണ്. ടി ലിംഫോസൈറ്റ്സ് ഉണ്ടാവുന്നത് എവിടെയാണ്? ബി എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കരുത് കേട്ടോ. ടി ലിംഫോസൈറ്റ്സ് ഉണ്ടാവുന്നത് എവിടെയാണ്? ടി ലിംഫോസൈറ്റ്സ് ഉണ്ടാവുന്നത് ബോൺ മാരോയിലാണ്, പക്ഷെ മെച്ചൂർ ചെയ്യുന്നത് തൈമസിലാണ്. ബി ലിംഫോസൈറ്റ്സ് ഉണ്ടാവുന്നത് ബോൺ മാരോ, മെച്ചൂർ ചെയ്യുന്നതും ബോൺ മാരോ. ടി ലിംഫോസൈറ്റ്സ് ഉണ്ടാവുന്നത് ബോൺ മാരോ, മെച്ചൂർ ചെയ്യുന്നത് എവിടെ? തൈമസ്. അതാണ് ആ തൈമസിന്റെ ടി എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഇവർ രണ്ടുപേരും കൂടെ സഹായത്തോടെ ടി ലിംഫോസൈറ്റ്സ്, ടി ഹെൽപ്പർ സെൽസിന്റെ, ടി ലിംഫോസൈറ്റ്സിലെ ഹെൽപ്പർ ടി സെൽസിന്റെ സഹായത്തോടെ ബി ലിംഫോസൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആർമി ഓഫ് പ്രോട്ടീനിനെയാണ് ആന്റിബോഡി എന്ന് പറയുക. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മളെ ശരീരത്തിൽ ഈ ലിംഫോസൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗത്തിനെ ലിംഫോയിഡ് ഓർഗാൻ എന്നാണ് പറയുക. എന്താ പറയുക? ലിംഫോയിഡ് ഓർഗാൻ. രണ്ട് തരത്തിലുള്ള ലിംഫോയിഡ് ഓർഗാനാണ് നമ്മളെ ശരീരത്തിലുള്ളത്. പ്രൈമറി ലിംഫോയിഡും സെക്കൻഡറി ലിംഫോയിഡും. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രൈമറി ലിംഫോയിഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പ്രൈമറി ലിംഫോയിഡ് ഓർഗാൻസ് ആർ the organs where the lymphocytes are produced and matured. പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പ്രൈമറി ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത്. പ്രൊഡ്യൂസ് ആൻഡ് മെച്ചൂർ ചെയ്യുന്നതാണ് പ്രൈമറി ലിംഫോസൈറ്റ്സ്. നമ്മുടെ ശരീരത്തിൽ രണ്ട് പ്രൈമറി ലിംഫോസൈറ്റ്സ് ആണ് ഉള്ളത്. ലിംഫോസൈറ്റ്സ് അല്ല കേട്ടോ, സോറി, പ്രൈമറി ലിംഫോയിഡ് ഓർഗാൻ. പ്രൈമറി ലിംഫോയിഡ് ഓർഗാൻ എന്ന് പറയുന്നത് ദീസ് ആർ ദ ഓർഗാൻ വേർ ദ ലിംഫോസൈറ്റ്സ് ആർ ഫോംഡ് ആൻഡ് മെച്ചുവേർഡ് ആണ്. ഫോം ചെയ്യുന്നതും മെച്ചുർ ചെയ്യുന്നതും എവിടെയാണ്? ഈ പ്രൈമറി ലിംഫോയിഡ് ഓർഗാനിലാണ്. നമ്മുടെ ശരീരത്തിൽ രണ്ട് പ്രൈമറി ലിംഫോയിഡ് ഓർഗാൻ ആണ് ഉള്ളത്. ഒന്ന് ബോൺ മാരോ, അസ്ഥിമജ്ജ, പിന്നെ രണ്ടാമത്തത് തൈമസ്. ഇവിടെ ബോൺ മാരോയിലാണ് ബി ലിംഫോസൈറ്റ്സ് ഉണ്ടാവുന്നതും മെച്ചുർ ചെയ്യുന്നതും. ടി ലിംഫോസൈറ്റ്സ് ഉണ്ടാവുന്നത് ബോൺ മാരോയിലാണ്, മെച്ചുർ ചെയ്യുന്നത് തൈമസിലാണ്. എന്തായാലും ഒന്നുകിൽ ഉണ്ടാവുക മെച്ചുർ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇത് എങ്ങനെ പറഞ്ഞാലും മതി. മെച്ചുർ ചെയ്യുന്നതും ഉണ്ടാവുന്നതും ഒക്കെ ആയിട്ടുള്ള ഓർഗാനെയാണ് പ്രൈമറി ലിംഫോയിഡ് ഓർഗാൻ എന്ന് പറയുന്നത്. അത് രണ്ടെണ്ണം നമ്മുടെ ശരീരത്തിൽ. ബോൺ മാരോ വേർ ബി ലിംഫോസൈറ്റ്സ് ആർ ഫോംഡ് ആൻഡ് മെച്ചുവർഡ്, ടി ലിംഫോസൈറ്റ്സ് ആർ ഫോംഡ്. തൈമസ് വേർ ടി ലിംഫോസൈറ്റ്സ് ആർ മെച്ചുവർഡ്. രണ്ടാമത്തെ സെറ്റ് നമ്മൾ എന്താ പറയുക? രണ്ടാമത്തെ നമ്മൾ സെക്കൻഡറി എന്ന് പറയും. സെക്കൻഡറി ലിംഫോയിഡ് ഓർഗാൻ എന്ന് പറയും. സെക്കൻഡറി ലിംഫോയിഡ് ഓർഗാൻ എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിട്ടാണ് ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നടക്കുന്നത്. അവിടെയാണ് റിയാക്ഷൻ നടക്കുന്നത്. മറ്റൊരു മെച്ചർ ഇതേ ഉള്ളൂ. റിയാക്ഷൻ നടക്കുന്നത് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗാൻ ആണ്. നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട സെക്കൻഡറി ലിംഫോയിഡ് ഓർഗാനുകളാണ് ഏതൊക്കെ? ഒന്ന് സ്പ്ലീൻ, അതാണ് ഏറ്റവും വലുത്. സ്പ്ലീൻ, അതേപോലെ തന്നെ നിങ്ങളുടെ ടോൺസിൽ, പെയേഴ്സ് പാച്ചസ് ഓഫ് ഇൻഡസ്റ്റൈൻ, ഇതൊക്കെ സ്പ്ലീന്, ടോൺസിൽസ്, പെയേഴ്സ് പാച്ചസ് ഓഫ് ദ ഇൻഡസ്റ്റൈൻ എന്നെല്ലാം പറയുന്നത് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗാൻ ആണ്. പ്രൈമറി എന്ന് പറഞ്ഞാൽ ബോൺ മാരോയും തൈമസ്, അവിടെയാണ് ലിംഫോസൈറ്റ്സ് ഉണ്ടാവുന്നതും മെച്ചുർ ചെയ്യുന്നതും. എന്നാൽ ആക്ടിവിറ്റി നടക്കുന്നത് സെക്കൻഡറിയിലാണ്. അവിടെയാണ് ആന്റിജനും ആന്റിബോഡിയും കൂടെ കൂടിച്ചേർന്നിട്ട് റിയാക്ഷൻ നടക്കുന്ന ഭാഗം. ഓക്കെ, ദീസ് ആർ സെക്കൻഡറി സ്പ്ലീൻ, ടോൺസിൽ, പെയേഴ്സ് പാച്ചസ്. ഇനി നമുക്ക് എന്ത് പഠിക്കാം? ആന്റിബോഡി. ഇപ്പൊ നമ്മൾ പറഞ്ഞു ബി ലിംഫോസൈറ്റ്സ് ടി ലിംഫോസൈറ്റ്സിന്റെ സഹായത്തോടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആർമി ഓഫ് പ്രോട്ടീൻ ആണ്
ആന്റിബോഡി. നമുക്ക് എന്താണ് ആന്റിബോഡി, അതിന്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം.